2022 ഏപ്രിൽ മാസം വരെ നമ്മുടെ നാട്ടിൽ 14,000-ൽ പരം ആക്സിഡൻറ്റുകൾ ഉണ്ടായിട്ടുണ്ടെന്നാണ് പോലീസിൻ്റെ ഔദ്യോഗിക റിപ്പോർട്ട്. അതിൽ 1,400-ൽ കൂടുതൽ ആൾക്കാർ മരണമടഞ്ഞിട്ടുണ്ട്. 16,000-ൽ കൂടുതൽ ആൾക്കാർക്ക് പരിക്കുകൾ പറ്റിയിട്ടുണ്ട്. ഗുരുതരമായ പരിക്കുകളുമുണ്ട്, കുറഞ്ഞ തരത്തിലുള്ള പരിക്കുകളുമുണ്ട്. ഇതൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള കേസുകളാണ്. റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ലാത്തത് ഇനിയും ഒരുപാടുണ്ടാകാം. അതൊന്നും ആരും അറിയാതെ പോയതാകാം, അല്ലെങ്കിൽ ആരും മനഃപൂർവ്വം പറയാതെ പോയതാകാം. എന്ത് തന്നെയായാലും ആക്സിഡൻറ്റ് ഇല്ലായിരുന്നു അല്ലെങ്കിൽ ആക്സിഡൻറ്റ് ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ കഴിയില്ല. ആക്സിഡൻറ്റ് എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്നറിയണമെങ്കിൽ നമ്മൾ വെളിയിൽ ട്രാവൽ ചെയ്യുമ്പോൾ, നമ്മൾ വാഹനം ഓടിക്കുമ്പോഴായാലും, നമ്മൾ വാഹനങ്ങളിൽ യാത്ര ചെയ്യുമ്പോഴായാലും, കാൽനട യാത്രക്കാരനായിട്ട് പോകുമ്പോഴായാലും, റോഡിൽ പോകുന്ന വാഹനങ്ങളെയും അതിൻ്റെ ഡ്രൈവിംഗ് രീതികളെയും ഡ്രൈവർമാരെയൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. എങ്ങനെയാണ് അപകടം ഉണ്ടാകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എനിക്കുണ്ടായിട്ടുള്ള 1-2 അനുഭവങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം. ആദ്യമായിട്ട് പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമാണ്, നമ്മൾ റോഡിൽ പോകുമ്പോൾ ആംബുലൻസുകൾ പാഞ്ഞു വരും. അപ്പോൾ ആംബുലൻസുകൾക്ക് സൈഡ് കൊടുക്കണം, അവരുടെ മാർഗം തടസ്സപ്പെടുത്താൻ പാടില്ല. അങ്ങനെ ചെയ്താൽ വലിയ കേസാണെന്ന് എല്ലാ പേർക്കും അറിയാം. അതിലുപരി ആ വാഹനത്തിനുള്ളിൽ ഒരു ജീവനുമായി മല്ലടിക്കുന്ന ഒരു മനുഷ്യനുണ്ടാവും. ആ മനുഷ്യൻ്റെ ജീവന് വില കൊടുക്കണം എന്ന് ജനങ്ങൾക്കറിയാം. അപ്പോൾ നമ്മളെല്ലാം സ്വാഭാവികമായിട്ട് ഈ ആംബുലൻസ് വരുമ്പോൾ നമ്മുടെ കാറായാലും ബൈക്കായാലും നടന്നു പോകുന്നവരാണെങ്കിലും എല്ലാവരും ഒഴിഞ്ഞു കൊടുക്കും. ഈ ആംബുലൻസ് തടസ്സം കൂടാതെ യാത്ര മുന്നോട്ട് തുടരുകയും ചെയ്യും. പക്ഷേ ഈ ആംബുലൻസ് പോകുമ്പോൾ പലപ്പോഴും നിങ്ങൾ വാഹനം ഓടിച്ച് പോകുന്ന ഒരാളാണ്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഒരു ആംബുലൻസ് ഇങ്ങനെ ചീറിപ്പാഞ്ഞു പോയാൽ അതിൻ്റെ തൊട്ട് പുറകിലായിട്ട് 1-2 കാറുകളോ ബൈക്കുകളോ അതിനോടൊപ്പം ചീറിപ്പാഞ്ഞു പോകും. യഥാർത്ഥത്തിൽ ഈ ആംബുലൻസിൽ കൊണ്ടുപോകുന്ന രോഗിയുമായിട്ടോ അതിലുള്ള ആരെങ്കിലുമായിട്ടോ ഒരു വിധത്തിലുള്ള ബന്ധമുള്ള ആൾക്കാരായിരിക്കില്ല ഈ വാഹനങ്ങളിൽ തൊട്ടു പുറകിൽ പാഞ്ഞു പോകുന്നത്. അവർ കിട്ടിയ അവസരം മുതലെടുത്ത് ട്രാഫിക് ബ്ലോക്കിൽ നിന്ന് രക്ഷപ്പെട്ട് അതിവേഗം പോകാൻ വേണ്ടിയിട്ട് ആംബുലൻസിൻ്റെ തൊട്ട് പുറകിൽ പോവുകയാണ്. ഈ ആംബുലൻസ് ബ്രേക്ക് ചെയ്താൽ എന്ത് സംഭവിക്കും? ഈ തൊട്ട് പുറകിൽ പോകുന്ന വാഹനം ഇടിച്ച് ഉറപ്പായിട്ടും അപകടം ഉണ്ടാകും. ഈ ബാക്കിൽ പോകുന്ന വാഹനത്തിൽ ഇരിക്കുന്നവർക്കും അപകടം ഉണ്ടാകും, ആംബുലൻസിൽ കൊണ്ടുപോകുന്ന രോഗിക്കും അപകടം ഉണ്ടാകും. പക്ഷേ ഭൂരിഭാഗം ആൾക്കാരും ഇത് ശ്രദ്ധിക്കാറില്ല. അവർ നേരെ ഈ ആംബുലൻസ് പായുന്നത് കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നേരെ വണ്ടി എടുത്ത് ആംബുലൻസിൻ്റെ പുറകിൽ വെച്ച് പാഞ്ഞു പോകലാണ് നടത്താറ്. ഒരു ദിവസം ഞാൻ എൻ്റെ ഫാമിലിയായിട്ട് വരുമ്പോൾ ഈ തോന്നയ്ക്കൽ എന്ന് പറയുന്ന സ്ഥലം തിരുവനന്തപുരത്താണ്, ആറ്റിങ്ങലിനും മംഗലാപുരത്തിനും ഇടയ്ക്കുള്ള സ്ഥലമാണ് തോന്നയ്ക്കൽ. അവിടെ 16 മൈൽ എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥലമുണ്ട്. ആ 16 മൈലിൻ്റെ ഫ്രണ്ടിൽ ഒരു വലിയ പെട്രോൾ പമ്പ്, ഐ.എസ് വലിയൊരു പമ്പുണ്ട്. ഈ പമ്പിൻ്റെ ഫ്രണ്ടിലൂടെ ഞങ്ങളിങ്ങനെ കാറിൽ വരികയാണ്. പെട്ടെന്നൊരു ആംബുലൻസിൻ്റെ സൗണ്ട് കേട്ടു. ഞാൻ വണ്ടി സൈഡിലേക്ക് ഒതുക്കി. ഒരു ആംബുലൻസ് പോയി. അപ്പോൾ എൻ്റെ ഫ്രണ്ടിൽ ഒരു ഇന്നോവ കാറുണ്ട്. ഈ ആംബുലൻസ് പോയ ഉടൻ തന്നെ ഈ ഇന്നോവ കാറുകാരൻ ഒരൊറ്റ കയറ്റിലാണ് ഈ ആംബുലൻസിൻ്റെ കൂടെ. നിർഭാഗ്യകരമോ ഭാഗ്യകരമോ എന്നറിയില്ല, ഈ ആംബുലൻസിൻ്റെ തൊട്ട് പുറകിൽ മറ്റൊരു ആംബുലൻസ് കൂടെ ഉണ്ടായിരുന്നു. ഈ കാറ് ഇന്നോവ ഇങ്ങനെ കയറ്റിയതും തൊട്ട് പുറകിലുള്ള ആംബുലൻസ് എത്തിയതും ഒന്നിച്ചിരുന്നു. ആരുടെ ഭാഗ്യമെന്നറിയില്ല, എന്തോ ആ പുറകിൽ വന്ന ആംബുലൻസുകാരൻ വെട്ടി വലതുവശത്തേക്ക് റോഡിന് പുറത്തേക്ക് ചാടിച്ചതുകൊണ്ട് ഒരു ഇടി ഒഴിവായി. എതിരെ വണ്ടി വരാത്തത് കൊണ്ട് വലിയൊരു ആക്സിഡൻറ്റ് നടന്നില്ല. നിങ്ങൾ ആലോചിക്കണം, എന്തായിരുന്നു ആ ഇന്നോവ കാറുകാരൻ ഇത്ര തിരക്ക്? എന്തിനു വേണ്ടിയാണ് അയാൾ ആ ആംബുലൻസിൻ്റെ പുറകിൽ ചീറിപ്പായാൻ ഒരുങ്ങിയത്? അയാളുടെ കൂടെയുള്ള ആരെങ്കിലും അപകടത്തിൽപ്പെട്ടിരിക്കുകയാണോ? അതല്ലെങ്കിൽ ആ വണ്ടിയിൽ, അയാളുടെ വണ്ടിയിൽ ഏതെങ്കിലും അപകടത്തിൽപ്പെട്ട ആളുണ്ടായിരുന്നു? അയാൾ ഈ കൊണ്ട് കയറ്റിയപ്പോൾ പുറകിൽ വന്നിരുന്ന ആംബുലൻസ് ഇടിച്ച് മറിയുകയോ മറ്റോ ചെയ്തിരുന്നെങ്കിൽ എത്ര വലിയ അപകടം ഉണ്ടാവുമായിരുന്നു. എന്താ ഈ റോഡിൽ പോകുമ്പോൾ ഈ ആംബുലൻസിനെ കാണുമ്പോൾ അതിൻ്റെ പുറകിൽ ചീറിപ്പായണമെന്ന് നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ബാക്കിയുള്ളവരും നിങ്ങളെപ്പോലെ യാത്ര ചെയ്യാൻ റോഡിൽ ഇറങ്ങിയിരിക്കുന്നവരല്ലേ. ഈ റോഡിലെ മര്യാദകളും അല്ലെങ്കിൽ റോഡിലെ നിയമങ്ങളും ഒക്കെ പാലിച്ച് റോഡിലെ തിരക്കിനനുസരിച്ച് യാത്ര ചെയ്താൽ പോരെ. ഇതല്ലാതെ ഇങ്ങനെ കൊണ്ട് കുത്തി കയറ്റിയിട്ട് നിങ്ങൾക്ക് എന്താ കിട്ടുന്നത്? ഇത് ആംബുലൻസിൻ്റെ പുറകിൽ പോകുന്നതാണെന്ന് പറയാം. റോഡ് ബ്ലോക്കായിരിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മൾ വണ്ടി ഇങ്ങനെ നേരെ പോവുകയാണ്, ഒരു വശത്ത് പെട്ടെന്ന് റോഡ് ബ്ലോക്ക് ആവുകയാണ്, മറ്റേ വശം ക്ലിയറായി കിടക്കുകയാണെന്ന് വിചാരിക്കുക. എന്താ സംഭവിക്കുന്നത്? നമ്മൾ വണ്ടി കൃത്യമായിട്ട് ട്രാഫിക് നിയമം പാലിച്ച് ആ വരയുടെ ഇടതുവശത്ത് പിടിച്ച് റോഡിൻ്റെ ഇപ്പുറവശത്തൂടെ നമ്മൾ പതുക്കെ പോകുമ്പോൾ നമ്മുടെ എത്രയെങ്കിലും പിറകിൽ കിടക്കുന്ന വാഹനങ്ങൾ അതിവേഗത്തിൽ ഓടിച്ചു വന്ന് നമ്മുടെ മുമ്പേ കയറിപ്പോവും. ഇതിങ്ങനെ കയറി വരുന്ന സമയത്തായിരിക്കും ഓപ്പോസിറ്റ് സൈഡിലുള്ള ട്രാഫിക് ക്ലിയറായിട്ട് അവിടെ നിന്നുള്ള വാഹനങ്ങളിലൂടെ കടന്നു വരുന്നത്. നേരെ വന്ന് ഈ ഒരു വണ്ടി കയറിയാൽ മതി, തുടരെ കുറേ വണ്ടികൾ ഇങ്ങനെ കയറി വരും. ഈ അങ്ങോട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരുന്ന വണ്ടികൾക്കും പോകാൻ കഴിയില്ല, ഇവിടെ നിന്ന് പോകുന്നവർക്കും പോകാൻ കഴിയില്ല. മൊത്തം ബ്ലോക്കായിട്ട് അന്ന് മുഴുവൻ ബ്ലോക്കായിട്ട് അവിടെ കുടുങ്ങിക്കിടക്കും. ഇങ്ങനെ കയറി വന്നവരെന്താ നേടിയത്? അവർക്ക് നേരത്തെ പോകാൻ പറ്റിയോ? അവരും ബുദ്ധിമുട്ടിലായി, ബാക്കിയുള്ള യാത്രക്കാരെയും അവർ ബുദ്ധിമുട്ടിലാക്കി. ഇത്തരത്തിൽ വണ്ടി കയറി വരുന്നതിൻ്റെ ഒരു ദുരനുഭവം എനിക്കുണ്ട്. ഞാനൊരു പ്രാവശ്യം ലീവിന് വന്നിട്ട്
തിരിച്ച് ഗൾഫിലേക്ക് പോകുന്നതിൻ്റെ ഒരുക്കമായിട്ട് ബന്ധപ്പെട്ട് അത്യാവശ്യമായിട്ട് തിരുവനന്തപുരത്ത് പോയിട്ട് എൻ്റെ വീട്ടിലേക്ക് വരികയായിരുന്നു. നമ്മുടെ CRPF ക്യാമ്പ്, പള്ളിപ്പുറം CRPF ക്യാമ്പിൻ്റെ അവിടുത്തെ നാഷണൽ ഹൈവേ, അവിടെ ഒരു വശത്ത് അങ്ങോട്ട് തിരുവനന്തപുരം സൈഡിലേക്ക് പോകുന്ന വശത്ത് റോഡ് ബ്ലോക്കായി കിടക്കുന്നു. ആറ്റിങ്ങൽ വശത്തേക്ക് പോകുന്ന റോഡ് ഓപ്പൺ ആയിട്ടുണ്ട്, ചെറുതായിട്ട് ഓപ്പണായി പോകുന്നു. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ കയറി വരുന്നു. എൻ്റെ മുമ്പിൽ 1-2 സ്കൂട്ടറുകാരും ഓട്ടോറിക്ഷക്കാരൊക്കെ ഉണ്ട്. അവരൊക്കെ പോകുന്നുണ്ട്. വലിയ വേഗത്തിലൊന്നും പോകാൻ പറ്റുന്നില്ല. അവരൊക്കെ ഇങ്ങനെ പോകുന്ന കൂട്ടത്തിൽ ഞാൻ ആ CRPയുടെ അവിടെ ഏകദേശം എത്താറായപ്പോൾ കുറേ നീളത്തിൽ ഇങ്ങനെ വണ്ടി ബ്ലോക്കായി കിടക്കുകയാണ്. ഒരു XUV 500 വണ്ടി പുറകിൽ നിന്ന് ഈ ഓപ്പണായി കിടക്കുന്ന ഞങ്ങൾ പോകുന്ന ട്രാക്കിൽ കയറി എതിർവശത്ത് ഓടി വരികയാണ്. അപ്പോൾ ഈ വണ്ടി എന്ന് പറഞ്ഞാൽ വേഗതയൊന്നും കുറയ്ക്കുന്നില്ല, അവരൊരു മാക്സിമം അത്യാവശ്യം വേഗതയിൽ ഓടി വരുന്നുണ്ട്. അപ്പോൾ ഈ ബൈക്കുകാരൊക്കെ കൈയൊക്കെ കാണിക്കുന്നു, ഓട്ടോറിക്ഷക്കാരൊക്കെ കൈയൊക്കെ കാണിക്കുന്നു. ഇതെല്ലാം ചെയ്തിട്ടും ഈ XUV ഇങ്ങനെ വരികയാണ്. അപ്പോൾ എൻ്റെ ഏകദേശം കുറേ ദൂരം, ഒരു 10-15 മീറ്റർ മുന്നിലെത്തുമ്പോൾ ആ വണ്ടി ബ്രേക്ക് ചെയ്തു. കാര്യം എനിക്ക് ഒതുക്കാൻ സ്ഥലമില്ല. ഒരു വശത്ത് ഒതുക്കി കഴിഞ്ഞാൽ നല്ലൊരു ഡീപ്പാണ്, ഒരു ടയർ ഇറങ്ങിയാൽ വണ്ടി മറിയും. അപ്പോൾ എനിക്ക് വേറെ നിർവാഹം ഇല്ലാത്തതുകൊണ്ട് ഇടിക്കുന്നെങ്കിൽ ഇടിക്കട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ എൻ്റെ വണ്ടി അവിടെ ചവിട്ടി നിർത്തി. നേരെ മറ്റേ വണ്ടി ഏകദേശം ബ്രേക്ക് ചെയ്ത് ഞാനുമായിട്ടൊരു 4-5 മീറ്റർ മുന്നിൽ ആ വണ്ടി നിന്നു. അപ്പോൾ ഞാൻ വണ്ടി ശകലം ഫ്രണ്ടിലേക്ക് എടുത്ത് ഡ്രൈവിംഗ് സീറ്റിലേക്ക് നോക്കുമ്പോൾ ഒരു സ്ത്രീയാണ്, കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ച് ഒരു ആഷ് ബുഷ് ലുക്കിലിരിക്കുന്ന ഒരു സ്ത്രീ. വണ്ടിയിൽ വേറെ യാത്രക്കാരൊന്നുമില്ല, അവർ ഒറ്റയ്ക്കേ ഉള്ളൂ. ഇവർ ഇത്രയും സാഹസമൊക്കെ കാട്ടിയിട്ടും റോഡ് എൻ്റെ വണ്ടിയുടെ ഓപ്പോസിറ്റ് തന്നെ അവർ വണ്ടി കൊണ്ട് റോങ് സൈഡ് പാർക്ക് ചെയ്ത് നിർത്തിയിട്ടും അവരൊന്നും ശ്രദ്ധിക്കുകയോ മൈൻഡ് ചെയ്യുകയോ ഒന്നും ചെയ്യുന്നില്ല. അവർ വണ്ടിക്കകത്ത് പാട്ടോ മറ്റോ ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. സ്റ്റിയറിംഗിൽ പിടിച്ച് വിരലൊക്കെ ഇട്ട് തട്ടി ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വണ്ടി അവിടെ തന്നെ കിടന്നു. ഞാനും ഏകദേശം എനിക്ക് അത്യാവശ്യമായിട്ട് പോയിട്ട് എനിക്ക് ടിക്കറ്റിൻ്റെ ഒരു കാര്യം ശരിയാക്കാനായിട്ട് വീണ്ടും തിരുവനന്തപുരത്ത് പോയിട്ട് വന്ന് പിറ്റേന്ന് രാവിലെ യാത്ര ചെയ്യേണ്ട ഒരാളാണ് ഞാൻ ഏകദേശം 30-40 മിനിറ്റ് അവിടെ കിടക്കേണ്ടി വന്നു. എന്ത് ചെയ്യാൻ പറ്റും? ഈ വലതുവശത്തുള്ള വണ്ടികൾ നീങ്ങിയാൽ മാത്രമേ എനിക്ക് പോകാൻ പറ്റുള്ളൂ. ഈ സ്ത്രീയുടെ വണ്ടി ആ വണ്ടികൾക്കിടയിൽ എവിടെയെങ്കിലും കയറ്റിയാൽ മാത്രമേ ഈ വണ്ടിക്ക് പോകാൻ പറ്റുള്ളൂ. 30 മിനിറ്റോ 45 മിനിറ്റോ ഒക്കെ കിടന്ന് അത്രയും അത്യാവശ്യമുള്ള സമയം. ആ സമയത്ത് ഒരു ആംബുലൻസ് വന്നാൽ എന്ത് ചെയ്യുമായിരുന്നു? അവിടെ എങ്ങും വേറെ ഒരിടത്തും ഇറക്കാൻ സ്ഥലമില്ല, മൊത്തം ബ്ലോക്കായി കിടക്കും. ആ വാഹനത്തിൽ ഉണ്ടായിരുന്ന ആളിൻ്റെ ജീവൻ നഷ്ടപ്പെടില്ലേ? എന്തടിസ്ഥാനത്തിലാണ് ഇവരിങ്ങനെ ഒരു റോഡ് ഒഴിഞ്ഞു കിടക്കുന്ന കണ്ടാൽ തങ്ങളുടെ ട്രാക്ക് അല്ലെങ്കിൽ എന്തിനാ ആ വഴിയിൽ ഇങ്ങനെ കയറി വരുന്നത്? പുറകിൽ നിന്നാൽ ഈ വണ്ടി പോയി കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് റോഡ് ബ്ലോക്ക് മാറി എവർക്കും പോകാമല്ലോ. ഇവരെന്താ നേടുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയാത്തത്. മറ്റൊരു അനുഭവം കൂടെ പറയാം. അതും ഏകദേശം പള്ളിപ്പുറം CRP ക്യാമ്പിൻ്റെ അവിടെ വെച്ച് സംഭവിച്ചതാണ്. ഈ കഴിഞ്ഞ ഫെബ്രുവരി 21-ാം തീയതിയാണ് സംഭവിച്ചത്. എൻ്റെ മോന് +2 പഠിക്കുകയാണ്. അപ്പോൾ അവന് പരീക്ഷയുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകൾ സ്കൂളിൽ നടക്കുന്നതിനാൽ അന്ന് രാവിലെ ഞാനും എൻ്റെ മോനും എൻ്റെ മോളും കൂടെ ഞങ്ങളുടെ വണ്ടിയിൽ ഇവനെ സ്കൂളിൽ കൊണ്ടാക്കാൻ പോയി. ഇവനെ സ്കൂളിൽ കൊണ്ടാക്കിയതിന് ശേഷം ഞങ്ങൾ തിരിച്ചു വന്നു. മോള് ഫ്രണ്ട് സീറ്റിൽ ബെൽറ്റൊക്കെ ഇട്ടിരിപ്പുണ്ട്, ഞാനും ബെൽറ്റൊക്കെ ഇട്ട് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ CRP ക്യാമ്പിൻ്റെ ഫ്രണ്ടിൽ ഒരു ട്രാഫിക് ഐലൻഡ് ഉണ്ട്. അപ്പോൾ കുറേ വണ്ടികൾ ഇങ്ങനെ നിരന്ന് നിൽപ്പുണ്ട്. ഞാൻ കുറച്ച് വണ്ടിയുടെ പുറകിലാണ്. അപ്പോൾ ട്രാഫിക് സിഗ്നൽ ഓപ്പണായി. ഞാൻ വണ്ടിയെടുത്ത് ഇങ്ങനെ ഓടിച്ചു വരുന്നു. എൻ്റെ വണ്ടി ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ വലതുവശത്തുനിന്നും ആവശ്യത്തിന് വണ്ടികളുണ്ട്. അതിൽ ബേക്കിൽ നിന്ന് വരുന്ന വണ്ടികൾക്കൊന്നും ഓവർടേക്ക് ചെയ്യാനുള്ള ഗ്യാപ്പില്ല. വണ്ടികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ ഏകദേശം ടെക്നോ പാർക്കിൻ്റെ ഫ്രണ്ട്, ടെക്നോ പാർക്ക് ഫേസ് 4, അതിൻ്റെ അവിടെ ഒരു പോലീസിൻ്റെ ക്യാമറയുണ്ട്. അവിടെ 60 കിലോമീറ്ററാണ് വേഗപരിധി എന്നുള്ളതാണ് എൻ്റെ അറിവ്. അപ്പോൾ അതിനെ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ക്യാമറയാണ്. അത് പ്രവർത്തിക്കുന്നുണ്ടോ ഇല്ലയോ എന്നറിയില്ല. ഏകദേശം അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ എൻ്റെ പുറകിൽ വലതുവശത്തുള്ള വണ്ടികൾ കുറഞ്ഞു. എൻ്റെ പുറകിൽ വന്ന ഒരു ഹുണ്ടായുടെ കാറ് നല്ല വേഗതയിൽ ലൈറ്റ് അടിച്ച് കയറി വന്നു. അപ്പോൾ ഈ വരുന്നത് കണ്ടിട്ട് ഞാൻ പോകുന്ന എൻ്റെ എനിക്ക് അധികം ഒതുക്കാൻ സ്ഥലമില്ല. അപ്പോൾ ഞാനത് പിടിച്ച് ഇങ്ങനെ വരികയാണ്. ഈ വണ്ടി നേരെ വന്ന് എൻ്റെ തൊട്ട് ഫ്രണ്ടിൽ വെട്ടിച്ച് കയറ്റി ഒരു ഒറ്റ ബ്രേക്കിങ്. ഒരു നിമിഷം ഞാൻ അന്താളിച്ച് പോയി. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഓട്ടോമാറ്റിക്കലി ബ്രേക്കിലേക്ക് കാല് പോയി. ഞാൻ വെട്ടി ഒരു പരിധിക്കപ്പുറം എനിക്ക് തിരിക്കാൻ പറ്റില്ല. അവിടെ ഒരു പള്ളിയുടെ നടയിൽ റോഡ് കുറച്ച് താന്നാ കിടക്കുന്നത്. ചിലപ്പോൾ വണ്ടി മറിയാം ആ സൈഡിലേക്ക് ഇറങ്ങിയാൽ. എന്നിട്ട് ഞാൻ പരമാവധി ചവിട്ടി വെട്ടി തിരിച്ചു. ഈ കാറ് ഒരു ബ്രേക്ക് കഴിഞ്ഞിട്ട് വീണ്ടും ഫ്രണ്ടിലോട്ട് പോയി. വീണ്ടും ഒരൊറ്റ ബ്രേക്കിംഗ് കൂടെ ചെയ്തു. ഞാൻ ആദ്യത്തെ ബ്രേക്കിംഗ് സേഫ് ആയിരുന്നുകൊണ്ട് രണ്ടാമത് ഞാൻ ബ്രേക്ക് ചെയ്തപ്പോൾ അതിൽ മുട്ടിയില്ല. എന്തുകൊണ്ടാണ് ഇയാൾ ചെയ്തതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ എൻ്റെ ട്രാക്കിലെ മര്യാദയ്ക്ക് വണ്ടി ഓടിച്ച് വരികയായിരുന്നു. എതിരെയുള്ള ട്രാക്കുകളിൽ വണ്ടി പോകുന്നുണ്ട്, എൻ്റെ പിറകിലുമൊക്കെ വണ്ടികളുണ്ട്. ഇയാൾ എന്തിനാണ് ഈ വണ്ടി കൊണ്ട് എൻ്റെ കുറുകെ കയറ്റിയിട്ട് ഈ അഭ്യാസം കാണിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല. എൻ്റെ മുന്നിലിരിക്കുന്ന മോള് ബെൽറ്റിലിങ്ങനെ ഒന്ന് ഞെരുങ്ങിപ്പോയി. നമ്മൾ ബ്രേക്ക് ചെയ്യുമ്പോൾ പെട്ടെന്നുള്ള ആ ബെൽറ്റിൻ്റെ ആക്ഷൻ ആ കുട്ടി പേടിച്ചും പോയി. കാര്യം നമ്മൾ അപ്പുറത്ത് റോഡല്ലേ, ഈ വണ്ടി ഓടിച്ച് വരുമ്പോൾ ഈ എതിരെ നിങ്ങൾ ഓവർടേക്ക് ചെയ്തോ, നിങ്ങൾ കയറിപ്പോക്കോ, എന്തിനാ ഫ്രണ്ടിൽ കിടക്കുന്ന ഒരു വണ്ടിക്കാരൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് ഇങ്ങനെ കുത്തി ചവിട്ടുന്നത്? അതുകൊണ്ട് നിങ്ങൾക്ക് എന്താ കിട്ടുന്നത്? എൻ്റെ വണ്ടി അയാളുടെ പുറകിൽ പോയി ഇടിച്ചിരുന്ന് എനിക്കും എൻ്റെ മോക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ അയാൾക്ക് എന്ത് ലാഭമാണ് ഉണ്ടാകാൻ പോകുന്നത്?
എന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ടും അയാൾ എന്തിനാ അത് ചെയ്തതെന്ന് മനസ്സിലാകുന്നില്ല. പിന്നെ മംഗലപുരം ജംഗ്ഷൻ എത്തിക്കഴിഞ്ഞപ്പോൾ അയാൾ ട്രാഫിക്കിൽ പെട്ട് കിടപ്പുണ്ടായിരുന്നു. ഇയാൾ ഇത്രയും ഈ അഭ്യാസം കാണിച്ചിട്ട് പോയ ആൾ ഞാൻ മംഗലാപുരം ജംഗ്ഷൻ എത്തുമ്പോഴും അയാൾ ട്രാഫിക്കിൽ കുടുങ്ങി കിടക്കുകയാണ്. അവിടുന്ന് പിന്നെ ഞാൻ എത്തിയതിന് ശേഷമാണ് ആ ട്രാഫിക് ക്ലിയർ ആയിട്ട് അയാളും പോയത്, ഞാനും എൻ്റെ വീട്ടിലേക്ക് വന്നത്. ഇതുപോലുള്ള 100 അനുഭവങ്ങൾ നിങ്ങൾക്കും നിങ്ങളുടെ ജീവിതത്തിൽ റോഡിലുണ്ടാകും, റോഡിൽ കണ്ടിട്ടുണ്ടാകും, നിങ്ങൾ നേരിട്ടിട്ടുണ്ടാകും. നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ടത്, വാഹനം ഓടിക്കുന്നവർ പ്രത്യേകിച്ച്, നമ്മൾ റോഡ് നിയമങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതും റോഡ് ഉണ്ടാക്കിയിട്ടിരിക്കുന്നതും വണ്ടികളൊക്കെ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നതും ഇതിൻ്റെയൊക്കെ ആ ചിട്ടവട്ടങ്ങളും നിയമങ്ങളും ഒക്കെ പാലിച്ച് നമുക്ക് ഓട്ടിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് എവിടെയെങ്കിലും പോകണമെങ്കിൽ കുറച്ച് അത്യാവശ്യമുണ്ടെങ്കിൽ നേരത്തെ ഇറങ്ങുക, ഒരു 2-3 മണിക്കൂർ നേരത്തെ ഇറങ്ങുക. കാര്യം നമ്മുടെ റോഡിൻ്റെ അവസ്ഥ പറയാൻ പറ്റില്ല. ട്രാഫിക് ബ്ലോക്ക് വരാം, വണ്ടികൾ ആക്സിഡൻ്റ് ആയിട്ട് ബ്ലോക്ക് വരാം, മരം വീണ് ബ്ലോക്ക് വരാം, പല തരത്തിൽ ബ്ലോക്കുകൾ വരാം. അപ്പോൾ അതിനെ ഒന്ന് തരണം ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ച് നേരത്തെ ഇറങ്ങി യാത്ര ചെയ്യുന്നത് തെറ്റൊന്നുമല്ല. അതിലുപരി റോഡിൽ കുറച്ച് ബ്ലോക്കാണെന്ന് കരുതി ഒരു ആംബുലൻസ് വന്നാൽ അതിൻ്റെ തൊട്ട് പുറകെ വെച്ച് പിടിക്കാതിരിക്കുക. വെറുതെ അവർക്കും നിങ്ങൾക്കും അപകടം ഉണ്ടാക്കാതിരിക്കുക. ഒരു വശത്ത് വണ്ടി ബ്ലോക്കായി കിടക്കുകയാണ്, മറ്റേ വശത്ത് റോഡ് ക്ലിയറായി കിടക്കുകയാണെങ്കിൽ എതിർ വശത്തുള്ള റോഡിലേക്ക് വണ്ടി കുത്തിക്കയറ്റാതിരിക്കുക. അവിടെ ഉള്ളവർ വന്ന് നിങ്ങളുമായിട്ട് ബ്ലോക്ക് ഉണ്ടാക്കി വെറുതെ ഒരു കലിപ്പിനോ ഒരു ആക്സിഡൻറ്റിനോ ഉള്ള സാധ്യത ഒഴിവാക്കുക. നിങ്ങൾ വണ്ടി ഓടിച്ച് പോകുമ്പോൾ മുന്നിലുള്ള ഒരാളോ ചിലപ്പോൾ സ്ത്രീയോ പുരുഷനോ ആരെങ്കിലും ആയിക്കോട്ടെ, ചിലപ്പോൾ അവർ റോഡ് നിയമമൊക്കെ നോക്കി റോഡിൻ്റെ വേഗപരിധിയൊക്കെ നോക്കി അതനുസരിച്ച് അവരുടെ ഒരു സ്പീഡിൽ വണ്ടി ഓടിച്ച് പോകുന്നവരായിരിക്കും. നിങ്ങൾ നേരെ വണ്ടി ഓടിച്ച് നേരെ അവരുടെ മുന്നിൽ കൊണ്ടുവന്ന് കുത്തിച്ചവിട്ടുകയോ അല്ലെങ്കിൽ അവരുടെ മുന്നിൽ കൊണ്ടുവന്ന് ഗ്ലാസ് താഴ്ത്ത് അവരുടെ കുടുംബക്കാരെ തെറിവിളിക്കുകയോ ഒന്നും ചെയ്യരുത്. നിങ്ങൾക്ക് വേഗത കൂടുതൽ വേണമെങ്കിൽ, നിങ്ങൾക്ക് അത്യാവശ്യമായിട്ട് പോകണമെങ്കിൽ, റോഡ് നിയമം പാലിക്കാൻ വയ്യെങ്കിൽ നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ യാത്ര ചെയ്യുക. ഇതൊക്കെ അനുസരിച്ച് പോകുന്ന ആൾക്കാരെ ശല്യം ചെയ്യാതിരിക്കുക. അതും ഒരു മര്യാദ ഉള്ളൊരു ഡ്രൈവിങ്ങിന് വേണ്ടൊരു കാര്യമാണ്. ഇതിലൊക്കെ ഉപരി നിങ്ങൾ കാറിലാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ എവിടെയെങ്കിലും വാഹനം പാർക്ക് ചെയ്തിട്ട് നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ദയവ് ചെയ്ത് പുറകിൽ നിന്ന് ആരെങ്കിലും നടന്നോ വാഹനങ്ങളിലോ വരുന്നുണ്ടെന്ന് മിററിലൂടെ നോക്കി ഉറപ്പാക്കിയതിന് ശേഷം നിങ്ങളുടെ വാഹനങ്ങളിലെ ഡോറ് തുറക്കുക, പുറത്തേക്ക് ഇറങ്ങുക. നിങ്ങളെ കാറിനകത്ത് 2 വശങ്ങളിലും നിങ്ങളുടെ കാറിനുള്ളിലുമൊക്കെ മിററുണ്ട്, 3 മിററുണ്ട്. ഇതിലൂടെയൊക്കെ നോക്കിയാൽ നിങ്ങളുടെ പുറകിൽ 2 വശവും ബാക്കും ഒക്കെ നന്നായിട്ട് കാണാൻ കഴിയും. വാഹനം നിർത്തി ഇറങ്ങുമ്പോൾ ജസ്റ്റ് ഈ മിററിലൊക്കെ ഒന്ന് നോക്കി ഇറങ്ങുന്നത് ഒരു തെറ്റൊന്നുമല്ല. അതിലുപരി ഒരു എളുപ്പ വഴിയുണ്ട്. നിങ്ങൾ നമ്മുടെ എല്ലാം റൈറ്റ് ഹാൻഡ് ഡ്രൈവാണ്. നമ്മൾ വാഹനം കൊണ്ട് നിർത്തി പാർക്ക് ചെയ്തിട്ട് ഇറങ്ങുമ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്നത് വലത് കൈ കൊണ്ട് ഡോറിൻ്റെ ലോക്ക് ഇറക്കി ഇങ്ങനെ അങ്ങ് ഇറങ്ങുകയാണ്. അത് ഒഴിവാക്കിയിട്ട് നിങ്ങൾ ഇടത് കൈകൊണ്ട് ഇങ്ങനെ തിരിഞ്ഞ് ലോക്ക് തുറന്നാൽ സ്വാഭാവികമായിട്ട് നിങ്ങളെ തല തിരിയുകയും നിങ്ങൾക്ക് മിററിലേക്ക് ഓട്ടോമാറ്റിക്കലി ഒരു നോട്ട് എത്തുകയും നിങ്ങൾക്ക് പുറകിൽ വരുന്ന ആളിനെ കാണാൻ കഴിയുകയും ചെയ്യും. ഇതൊരു ചെറിയ ടിപ്പാണ്. ഇങ്ങനെ ചെയ്തു നോക്കൂ. എന്തിനാണ് പുറകിൽ യാത്ര ചെയ്തു വരുന്ന ഒരാളുടെ ജീവൻ നഷ്ടപ്പെടാൻ നമ്മൾ കാരണമാകുന്നത്? നമ്മുടെ ഡ്രൈവിംഗ് സ്കൂളുകാരൊക്കെ നമ്മളെ പല കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചാണ് ടെസ്റ്റുകൾ പാസ്സാക്കി ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തു തന്ന് നമ്മളെ റോഡിലേക്ക് ഇറക്കി വിടുന്നത്. നമ്മുടെ പുതിയ ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടാനുള്ള നിയമങ്ങളൊക്കെ കട്ടിയാണ്, പരീക്ഷണങ്ങളൊക്കെ കൂടുതലാണ് എന്നുമൊക്കെ പറയുന്നുണ്ട്. നമ്മൾ റിട്ടേൺ ടെസ്റ്റ്, ലേണേഴ്സിനുള്ള റിട്ടേൺ ടെസ്റ്റ് എഴുതാൻ പോകുമ്പോൾ പല നിയമങ്ങളൊക്കെ പാലിച്ച് അതൊക്കെ പഠിച്ച് ആണ് നമ്മൾ പോയി ടെസ്റ്റ് എഴുതുന്നതും. വണ്ടി ഓടിക്കുമ്പോൾ 8 എടുക്കുകയോ H എടുക്കുകയോ റോഡ് ടെസ്റ്റ് നടത്തുകയൊക്കെ ചെയ്തിട്ടാണ് നമുക്ക് ലൈസൻസ് കിട്ടുകയൊക്കെ ചെയ്യുന്നത്. ഈ ടെസ്റ്റുകളൊക്കെ നടത്തുന്നതും നമ്മുടെ ലേണേഴ്സിന് വേണ്ടി തിയറിയൊക്കെ പഠിപ്പിക്കുന്നതും ഒക്കെ നമ്മൾ റോഡിൽ പാലിക്കാൻ വേണ്ടിയിട്ടാണ്. അതല്ലാതെ ടെസ്റ്റ് പാസ്സായി ലൈസൻസ് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമല്ല. റോഡ് നിയമങ്ങൾ പാലിക്കാനുള്ളതാണെന്ന് ബോധ്യമുണ്ടാവുക. മറ്റുള്ളവരുടെ ജീവന് നിങ്ങളുടെ ജീവനും വിലയുണ്ടെന്ന് മനസ്സിലാക്കുക. സൂക്ഷിച്ച് വാഹനം ഓട്ടിക്കുക, യാത്ര ചെയ്യുക.